വെൽക്കം ടു അൾട്ടിമേറ്റ് ആൻസേഴ്സ്. സോ നമ്മുടെ 9th കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റത്തിന്റെ ഘടന അഥവാ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള പാഠത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. പാർട്ട് 2 വീഡിയോ ആണ്, ക്ലാസ് ആണ് ഞാൻ ഇന്ന് നൽകാൻ പോകുന്നത്. അപ്പം നമ്മൾ പാർട്ട് 1 ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റും അതോടൊപ്പം ഇലക്ട്രോണിന്റെ ഡിസ്കവറി എങ്ങനെയായിരുന്നു എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് നമ്മുടെ രണ്ടാമത്തെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള പ്രോട്ടോണിന്റെ ഡിസ്കവറി എങ്ങനെയാണ്, അതിന്റെ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഇലക്ട്രോൺ, പിന്നെ പ്രോട്ടോൺ, പിന്നെ ന്യൂട്രോൺ ആണ്. ഇലക്ട്രോൺ നമ്മൾ കഴിഞ്ഞു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിന്റെ ഡിസ്കവറിയിലേക്കുള്ള ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത് ഓർഗൻ ഗോൾഡ്സ്റ്റെയിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തത്. ഈ എക്സ്പെരിമെന്റിലൂടെയാണ് പിന്നീട് റുദർഫോർഡ് പ്രോട്ടോൺ കണ്ടെത്തിയത്. ഓക്കെ, അപ്പൊ ആ ഒരു പാത്വേ എങ്ങനെയാണ്, ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ എങ്ങനെയാണ് അത് പ്രോട്ടോൺ ആണ് എന്ന് അദ്ദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ടെക്സ്റ്റിൽ ഈ ഒരു ഫിഗർ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിലെ സെയിം ഫിഗർ തന്നെയാണ്, പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്താണെന്ന് ശ്രദ്ധിക്കുക. നമുക്കിവിടെ 2 ഇലക്ട്രോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, ആനോഡ് ഉണ്ട്. പക്ഷെ ഇവിടെ കാഥോഡ് ആണ് നമ്മുടെ പെർഫോറേറ്റഡ് ആയിട്ടുള്ളത്. പെർഫോറേറ്റഡ് മീൻസ് സുഷിരങ്ങളുള്ള ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇവിടെ കാഥോഡ് ആണ്. അപ്പം അതിന് ബാക്കിലായിട്ടാണ് കോട്ടിങ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഡിസ്ചാർജ് ട്യൂബ് ഉണ്ട്, അതേപോലെ വാക്വം പമ്പ് ഉണ്ട്. നമ്മൾ ഈ ഒരു ട്യൂബിനുള്ളിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാക്വം പമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹൈ വോൾട്ടേജ് ജനറേറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഗോൾഡ്സ്റ്റെയിൻ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരു കാഥോഡിന്റെ ബാക്കിലായിട്ട് ഒരു റെഡ് ഗ്ലോ കാണാനായിട്ട് സാധിച്ചു. എന്ന് വെച്ചാൽ അദ്ദേഹം നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിൽ എങ്ങനെയാണ് ഇവിടെ നിന്ന് കാഥോഡിൽ നിന്ന് ഒരു റേ അങ്ങോട്ട് പോകുന്നതായിട്ട് കണ്ടു. അത് എക്സ്പീരിയൻസ് ചെയ്തത് ആനോഡിന്റെ ബാക്കിൽ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തു, അവിടെ ഒരു ഗ്രീൻ ഗ്ലോ കണ്ടതുകൊണ്ടാണ് ഇവിടെ കാഥോഡിൽ നിന്ന് എന്തോ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എന്തോ ഒരു റേ ഇവിടുന്ന് വരുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്, വില്യം ബ്രൂക്സ് മനസ്സിലാക്കിയത്. അതേപോലെ ഇവിടെ ഈ എക്സ്പെരിമെന്റ് ചെയ്തപ്പോഴും കാഥോഡ് റേ വരുന്നുണ്ട്, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കപ്പെട്ട കാര്യം ആനോഡിൽ നിന്ന് എന്തോ ഒരു രശ്മി ഇവിടേക്ക് വരുന്നുണ്ട്, കാഥോഡിന്റെ സൈഡിലേക്ക് വരുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കി? ഈ കാഥോഡിന്റെ ബാക്കിലായിട്ടൊരു റെഡ് ഗ്ലോ കാണാനായിട്ട് സാധിച്ചു. അപ്പം ഗോൾഡ്സ്റ്റെയിന് മനസ്സിലായി ആനോഡിൽ നിന്നും എന്തോ ഒരു റേ എവിടേക്ക് പോകുന്നുണ്ട്, കാഥോഡിലേക്ക് പോകുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പം ആ ഒരു റേ ആനോഡിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ആനോഡ് രശ്മികൾ എന്നതിനെ വിളിച്ചു. ആനോഡ് രശ്മികൾ എന്ന് വിളിച്ചു. അതേപോലെ വേറൊരു പേരും കൂടെ കൊടുത്തു, കനാൽ റേസ് എന്നും കൂടെ പേര് കൊടുത്തു. കനാൽ രശ്മികൾ എന്നുള്ള പേരും കൂടെ. അപ്പൊ 2 പേരുണ്ട്, ഒന്നെങ്കിൽ ആനോഡ് രശ്മി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കനാൽ റേസ്, കനാൽ രശ്മികൾ എന്ന് വിളിക്കാം. ഇനി ഇതിനുള്ളിലെ വായു എന്ത് ചെയ്തു? ഇതിനുള്ളിലെ ഈ ഡിസ്ചാർജ് ട്യൂബിനുള്ളിലെ എയർ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. ആര്? ഗോൾഡ്സ്റ്റെയിൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. ആ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് കാണാൻ സാധിച്ചു? ഈ ആനോഡിൽ നിന്ന് വരുന്ന ഈ കനാൽ റേസിന്റെ ബിഹേവിയറിൽ വ്യത്യാസം കാണാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇതിനുള്ളിലുള്ള എയർ ഈ കനാൽ റേസിന്റെ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് ആർക്ക് മനസ്സിലായി? ഗോൾഡ്സ്റ്റെയിന് മനസ്സിലായി. അപ്പൊ ഈ സപ്പോസ് ഇതിനുള്ളിലുള്ളത് ഹൈഡ്രജൻ ഗ്യാസ് ആണെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് മൂലം ഉണ്ടാവുന്ന ഈ ഒരു കനാൽ റേസിന്റെ
സൈസ് എന്ന് പറയുന്നത് അതിന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതും മാസ് വളരെ ചെറുതുമായിട്ടുള്ള കനാൽ റേസ് ആണ് ആ സമയത്ത് ആനോഡിൽ നിന്ന് വന്നത്. അപ്പം എന്ത് മനസ്സിലായി? ഏത് സബ്സ്റ്റൻസിലും ഈ ഒരു കനാൽ റേസ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. പക്ഷെ ഓരോ സബ്സ്റ്റൻസിനനുസരിച്ച്, ഗ്യാസിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം കണ്ടെത്തിയത്. അപ്പൊ ആ പോയിന്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തി. പിന്നെ കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തി. പിന്നെ ഇവരുടെ ചാർജ് എന്താണ്, പോസിറ്റീവ് ആണെന്നും കൂടി അദ്ദേഹം കണ്ടെത്തി. ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് അദ്ദേഹം കണ്ടെത്തി. അതുകൂടാതെ ഇത് പോസിറ്റീവ് ലോഹത്തകിടിൽ നിന്ന്, അതായത് ആനോഡിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അതിനെ എന്ത് പറഞ്ഞു? ആനോഡ് രശ്മികൾ എന്ന് വിളിച്ചു. പിന്നെ ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ കനാൽ രശ്മികളുടെ സ്വഭാവത്തിൽ വ്യത്യാസം കണ്ടു അദ്ദേഹം. അതേപോലെ ഹൈഡ്രജൻ വാതകമാണ് നിറച്ചതെങ്കിൽ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് ആ ഹൈഡ്രജൻ വാതകം നിറച്ച സമയത്ത് ആ ഒരു പോസിറ്റീവ് കണങ്ങൾക്ക് എന്താണ് അവർ കാണിച്ചത്? ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമാണെന്ന് കണ്ടെത്തി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗോൾഡ്സ്റ്റൈന്റെ ആ ഒരു എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തിയത്. എന്നിട്ട് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഫോളോ അപ്പ് പോലെ ബാക്കി കാര്യങ്ങളൊക്കെ മറ്റ് സയന്റിസ്റ്റുകളൊക്കെ ചെയ്തു. അതോടൊപ്പം നമ്മുടെ റുദർഫോർഡ് എന്ത് കണ്ടുപിടിച്ചു? ഈ കനാൽ രശ്മികൾ തന്നെയാണ്, അല്ലെങ്കിൽ ഈ കനാൽ രശ്മികൾ ഒരു സബ് ആറ്റോമിക പാർട്ടിക്കിൾ തന്നെയാണ്, കണങ്ങൾ തന്നെയാണെന്ന് കണ്ടെത്തിയതും പിന്നെ ആ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള കനാൽ രശ്മികൾക്ക് എന്ത് പേര് കൊടുത്തു? പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ആരാണ്? റുദർഫോർഡാണ്. അപ്പൊ ഇവിടുന്ന് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കനാൽ രശ്മികൾക്ക് പ്രോട്ടോൺ എന്ന പേര് നൽകിയത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ്. അല്ലെങ്കിൽ പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ്. എന്നാൽ കനാൽ രശ്മികൾ കണ്ടെത്തിയത് ആരാണ്? ഓഗസ്റ്റ് ഗോൾഡ്സ്റ്റൈൻ. ക്ലിയർ ആയോ? ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എക്സ്പെരിമെന്റ് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്കില്ല, എന്നാലും ഈ ഒരു കാര്യം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫിഗർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ഇലക്ട്രോൺ ഡിസ്കവറി എക്സ്പ്ലെയിൻ ചെയ്തു, അതേപോലെ പ്രോട്ടോൺ ഡിസ്കവറി എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിന്റെ ഒക്കെ ബേസിൽ പുതിയൊരു ആറ്റം മോഡൽ ആര് കൊണ്ടുവന്നു? നമ്മുടെ ജെ തോംസൺ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു ആറ്റം മോഡലിന്റെ പേരാണ് പ്ലം പുഡിംഗ് മോഡൽ. എന്താണ്? പ്ലം പുഡിംഗ് മോഡൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ആറ്റം മോഡലിന്റെ പേര് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ്. അപ്പൊ എന്താണ് മോഡൽ എന്ന് ക്ലിയർ ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റുകളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ, അതിനുള്ളിൽ നെഗറ്റീവ് ചാർജുകൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ, സ്ഫിയറിൽ എന്താണ്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്, വിന്യസിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ദാറ്റ് മീൻസ് പോസിറ്റീവ് ചാർജുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുകളുടെ എണ്ണവും തുല്യമായിരിക്കും. ക്ലിയർ? ഇനി ഈ പോസിറ്റീവ് ചാർജ് ഇപ്പൊ 10 ആണ്, നെഗറ്റീവ് ചാർജ് 10 ആണ്. ഇവർ തമ്മിൽ ഒരുമിച്ചാൽ അവിടെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ആറ്റം എടുത്താൽ അത് വൈദ്യുതപരമായി നിർവീര്യമാണ്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന്. വൈദ്യുതപരമായി നിർവീര്യമാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജെ തോംസന്റെ ഈ ഒരു പ്ലം പുഡിംഗ് മോഡലിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒന്നാമത്തെയാണ് പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയറിൽ, ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഇനി ഇവിടെ പോസിറ്റീവ് ചാർജിന്റെ എണ്ണവും നെഗറ്റീവ് ചാർജിന്റെ എണ്ണവും തുല്യമാണ്. അതുകൊണ്ട് തന്നെ ആറ്റം എന്താണെന്ന് പറയാം? വൈദ്യുതപരമായി നിർവീര്യമാണെന്ന് പറയാം, അഥവാ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് നമുക്ക് പറയാം.
ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് നമ്മുടെ പ്രോട്ടോണിന്റെ ഡിസ്കവറി എങ്ങനെയാണെന്നുള്ള എക്സ്പെരിമെന്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത് പഠിച്ച കാര്യം നമ്മുടെ ആറ്റം മോഡലിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മോഡലാണ് ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ. ഓക്കെ, പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയാൻ എന്താ കാരണം? നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും അല്ലെ? അതിൽ മുന്തിരിയും മറ്റ് നട്ട്സും എല്ലാം ഇങ്ങനെ വെതറി കിടക്കുന്നത് പോലെയാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ആറ്റത്തിലുള്ളത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ ഒരു മോഡൽ, ആ ഒരു പുഡിങ്ങിന്റെ ആ ഒരു സ്ട്രക്ചറുമായിട്ട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണ് പ്ലം പുഡിംഗ് മോഡലിന് ഇതിനെ വിളിച്ചത്. അപ്പൊ അതിന്റെ ഈ ഒരു 3 പോയിന്റ്സും വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കും. ക്ലിയർ? സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആണ്. നമ്മുടെ അടുത്ത മോഡൽ, ഈ ഒരു ജെ തോംസൺ മോഡലിന്റെ പരിമിതികൾ, ഡിമെറിറ്റ്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്ത് അടുത്ത മോഡൽ കൊണ്ടുവന്നത് നമ്മുടെ റുദർഫോർഡ് ആണ്. അദ്ദേഹത്തിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുക. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാമല്ലോ. അതേ രീതിയിലാണ് ഞാൻ പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നോട്ട് എഴുതിയെടുക്കുക. ടെക്സ്റ്റിലുള്ള പോയിന്റുകളൊന്നും വിട്ടിട്ടില്ല. എല്ലാ പോയിന്റുകളും, എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് പോയിന്റുകളായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം പോയിന്റുകൾ ഒന്നും മിസ്സാവാതെ എല്ലാ പോയിന്റും കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയാം. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ആർക്കാണോ ഈ ചാപ്റ്റർ ആവശ്യമുള്ളത് അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.